بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. القواعد المثلയിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കുന്നത്. അതിൽ അൽ ഫസ്ലുൽ അവ്വൽ ഖവാഇദു ഫി അസ്മാഇല്ലാഹി തആല, അള്ളാഹു തആലയുടെ ഇസ്മുകളുമായി ബന്ധപ്പെട്ട ചില ഖായിദകളാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. അൽ ഖായിദത്തുൽ ഊല, ഒന്നാമത്തെ ഖായിദ, അസ്മാഉല്ലാഹി തആല കുല്ലുഹാ ഹുസ്ന, അള്ളാഹുവിൻ്റെ പേരുകളെല്ലാം ഏറ്റവും നല്ലതാണ്, ഏറ്റവും ഉത്തമമായതാണ്, അത്യുത്തമം. ഹസനത്തുൻ എന്നതിൻ്റെ ഇസ്മു തഫ്ളീലാണ് ഹുസ്ന. ഐ ബാലിഗത്തുൻ ഫിൽ ഹുസ്നി ഗായത്തഹു, ആ മേന്മയുടെ, നന്മയുടെ അങ്ങേയറ്റം പ്രാപിച്ച, അതിൻ്റെ പരമകാഷ്ഠയിൽ ഏറ്റവും അങ്ങേയറ്റത്തെ നന്മ അല്ലെങ്കിൽ മേന്മയുള്ളത്, ഏറ്റവും ഉത്തമമായ നാമങ്ങളാണ് അള്ളാഹുവിൻ്റേത്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട് പല വചനങ്ങളിലും, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഏറ്റവും ഉത്തമങ്ങളായ നാമങ്ങളുണ്ട്, ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്, ഏറ്റവും വിശിഷ്ടമായ നാമങ്ങളുണ്ട്. വദാലിക ലിഅന്നഹാ മുതളമ്മിനത്തുൻ ലിസിഫാത്തിൻ കാമില, അതായത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും പരിപൂർണമായ വിശേഷണങ്ങളും ഗുണങ്ങളും ഉൾക്കൊള്ളുന്നവയാണ്. ലാ നഖ്സ ഫീഹാ ബിവജ്ഹിൻ മിനൽ വുജൂഹ്, ഒരു നിലക്കും അതിൽ യാതൊരുവിധ ന്യൂനതകളുമില്ല. അള്ളാഹുവിൻ്റെ നാമങ്ങളാകട്ടെ, ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളാകട്ടെ, അത് പരിപൂർണമായവയാണ്. അവയിൽ ഒരു നിലക്കും ന്യൂനതകൾ വരുന്നില്ല. ലഹ്തിമാലൻ വലാ തഖ്ദീറ, സങ്കൽപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ നിഗമിച്ചുകൊണ്ടോ കണക്ക് കൂട്ടിക്കൊണ്ടോ, ഒരു തഖ്ദീറായിട്ടോ ഇഹ്തിമാലായിട്ടോ പോലും അതിലൊന്നും യാതൊരു ന്യൂനതകളും വരുന്നില്ല. വലിഹാദാ നഖൂൽ ഇന്നൽ അൽഫാദ ഇമ്മ അൻ തദുല്ല അലാ മഅനൻ നാഖിസിൻ നഖ്സൻ മുത്ലഖ, ചില പദങ്ങൾ നിരുപാധികം ന്യൂനതകൾ ഉൾക്കൊള്ളുന്നവയായിരിക്കും. വ ഇമ്മ അൻ തകൂന ദാലത്തൻ അലാ കമാലിൻ ഫി ഹാലിൻ വ നഖ്സിൻ ഫി ഹാലിൻ, ചില പദങ്ങളാകട്ടെ ചില സന്ദർഭങ്ങളിൽ പൂർണ്ണതയും മറ്റു ചില സന്ദർഭങ്ങളിൽ ന്യൂനതയുമായിരിക്കും ഒരു പദം തന്നെ. വ ഇമ്മ അൻ തകൂന ദാലത്തൻ അലൽ കമാൽ വലാകിൻ ലൈസ ഗായത്തൽ കമാൽ, അതേപോലെ ചിലപ്പോൾ അത് പൂർണ്ണതയുടെ വിശേഷണമാണ് ഉൾക്കൊള്ളുന്നുണ്ടാകുക. പൂർണ്ണതയുടെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നത് തന്നെ പൂർണ്ണതയുടെ അങ്ങേയറ്റം ആയിക്കൊള്ളുന്നില്ല. നല്ലതാണ്, പക്ഷെ ഏറ്റവും നല്ലത് അതിൻ്റെ അപ്പുറത്തേക്കില്ല, മാക്സിമം എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല. വ ഇമ്മ അൻ തദുല്ല അലാ ഗായത്തിൽ കമാൽ ഫഹാദിഹി അർബഅത്തു അഖ്സാം, ഇങ്ങനെ ഏതൊരു പദവും ഏതൊരു നാമവും ഏതൊരു വിശേഷണവും നമ്മൾ നോക്കിയാൽ ഈ 3-4 രൂപത്തിലായിരിക്കും ഉണ്ടാകുക. നിരുപാധികം ന്യൂനത ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ പൂർണ്ണതയും മറ്റു ചില സന്ദർഭങ്ങളിൽ ന്യൂനതകളും ഉൾക്കൊള്ളുന്നത്, ചിലപ്പോൾ പൂർണ്ണതയുണ്ട് പക്ഷേ പൂർണ്ണതയുടെ മാക്സിമം ആകാത്തത്. വ ഇമ്മ അൻ തദുല്ല അലാ ഗായത്തിൽ കമാൽ, അല്ലെങ്കിൽ മാക്സിമം പൂർണ്ണത ഉൾക്കൊള്ളുന്നത്. ഇങ്ങനെ 4 അവസ്ഥകളാണുള്ളത്. അൽ ഖിസ്മുൽ അവൽ, അതിൽ ഒന്നാമത് പറഞ്ഞത്, ഇൻകാനത്ത് ദാലത്തൻ അലാ ഗായത്തിൽ കമാൽ ഫഹിയ മിൻ അസ്മാഇല്ലാഹി തആല ഇദ് ലൈസ ഫീഹാ നഖ്സുൻ അബദൻ ലഹ്തിമാലൻ വലാ തഖ്ദീറ. ഒന്നാമത്തെ ഇനം, ഇദാ കാനത്ത് ദാലത്തൻ അലാ ഗായത്തിൽ കമാൽ, അവസാനം പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, പൂർണ്ണതയുടെ മാക്സിമം അങ്ങേയറ്റം ഉൾക്കൊള്ളുന്ന, അതിൻ്റെ അപ്പുറത്തേക്കൊരു പൂർണ്ണത പറയാനില്ല, ആ രീതിയിലുള്ളതാണെങ്കിൽ ഫഹിയ മിൻ അസ്മാഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ നാമങ്ങളാണത്. ഇത് ലൈസ ഫീഹാ നഖ്സുൻ അബദ, കാരണം അതിലൊരു നിലക്കും ന്യൂനതകളില്ല. ലഹ്തിമാലൻ വലാ തഖ്ദീറ, സങ്കൽപ്പിച്ചുകൊണ്ടോ
നമ്മൾ ഏതെങ്കിലും നിലക്ക് കണക്ക് കൂട്ടി ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്നും പറയാൻ യാതൊരു ന്യൂനതയുമില്ലാത്ത വിധം പൂർണ്ണമായ അത്യുത്തമമായ അത്യുന്നതമായ നാമങ്ങളാണ് അള്ളാഹുവിൻ്റേത്. വദാലിക മിസ്ലു അസ്സമീഅ വൽ ബസീർ വൽ അദീം വൽ അലീം, ഇതൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അസ്സമീഅ എല്ലാം കേൾക്കുന്നവൻ, അൽ ബസീർ എല്ലാം കാണുന്നവൻ, അൽ അദീം മഹത്വമുള്ളവൻ, അൽ അലീം എല്ലാം അറിയുന്നവൻ. ഫകുല്ലു ഹാദിഹിൽ അസ്മാ ദാല്ലത്തുൻ അലൽ കമാൽ ബൽ അലാ ഗായത്തിൽ കമാൽ. ഈ വിശേഷണങ്ങളെല്ലാം പൂർണ്ണതയെ അറിയിക്കുന്നതാണെന്ന് മാത്രമല്ല, പൂർണ്ണതയുടെ മാക്സിമം അങ്ങേയറ്റം അറിയിക്കുന്നതാണ്. വഹുവ കമാലുൻ ലാ നഖ്സ ഫീഹ്, അത് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്, അവ പരിപൂർണമാണ്, അതിൽ യാതൊരുവിധ ന്യൂനതകളുമില്ല. രണ്ടാമത് പറഞ്ഞ ഒരു ഇനം വഹുവൽ അൽഫാദു ദാല്ല അലൽ കമാൽ ലാകിൻ മഅ ഇഹ്തിമാലി നഖ്സിൻ ബിത്തഖ്ദീർ. പൂർണ്ണതയെ അറിയിക്കുന്ന പദങ്ങളാണ്, പക്ഷേ ന്യൂനത നമുക്ക് സങ്കല്പിക്കാൻ മറ്റൊരു നിലയിൽ ന്യൂനതയുണ്ട്. അത്തരത്തിലുള്ള പദങ്ങളാണെങ്കിലോ ഫഹാദാ ലാ യുസമ്മ ബിഹില്ല, അത് അള്ളാഹുവിൻ്റെ ഇസ്മായി പറയാൻ പറ്റൂല. ഒരു നിലക്ക് നോക്കിയാൽ പൂർണ്ണതയാണ്, പക്ഷേ ചില സാധ്യതകളുണ്ട്, ന്യൂനതകൾക്ക് സാധ്യതകളുണ്ട്. വലാകിൻ യുഖ്ബറു ബിഹി അൻഹു, അള്ളാഹുവിൻ്റെ ഇസ്മായി പറയാൻ പറ്റില്ലെങ്കിലും ആ പൂർണ്ണതയെ പരിഗണിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യാം, ആ പദങ്ങളിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്താം, ഖബർ പറയാം. ലിഅന്ന ബാബൽ ഇഖ്ബാർ ഔസഅ മിൻ ബാബിൽ അസ്മാ, കാരണം ഒരു വിവരം പറയൽ അഥവാ ഖബർ പറയുക എന്നത് അള്ളാഹുവിൻ്റെ നാമമായി പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി വിശാലതയും കുറച്ചുകൂടി നമുക്ക് സൗകര്യവുമുള്ള സംഗതിയാണ്. അള്ളാഹുവിൻ്റെ ഇസ്മാണ് എന്ന് പറഞ്ഞിട്ട് അസ്മാ ഉൽ ഹുസ്നയിലുള്ള ഒരു നാമം നമ്മൾ പറയുന്നത് പോലെയല്ല അള്ളാഹുവിനെ പറ്റി നമ്മൾ ഒരാൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ. അതാണ് ഇഖ്ബാർ എന്ന് പറയുന്നത്. നമ്മൾ പറയും അള്ളാഹു പ്രപഞ്ചാതീതനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അള്ളാഹു സംസാരിക്കുന്നവനാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നതാ ഇവിടെ പറയുന്നത് പോലെ വദാലിക മിസ്ലു അൽ മുതകല്ലിം, അള്ളാഹു സംസാരിക്കുന്നവനാണ്. വശാഇ, അള്ളാഹു കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നവനാണ്. അൽ മുരീദ്, അതേപോലെ അസ്വാനി, അൽ ഫാഇൽ നിർമ്മിക്കുന്നവനാണ്, ചെയ്യുന്നവനാണ്. വമാ അഷ്ബഹ ദാലിക്, ഇത്തരത്തിലുള്ള ഇതേപോലെയുള്ള പദങ്ങൾ. ഫകുല്ലു ഹാദാ ലാ യുസമ്മല്ലാഹു ബിഹി, ഇവ അള്ളാഹുവിൻ്റെ നാമങ്ങളായി പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽ നമ്മൾ സമീഅ, ബസീർ, റഹീം, വദൂദ്, ഗഫൂർ, അലീം, അലീം എന്നൊക്കെ പറയുന്ന പോലെ അൽ മുതകല്ലിം, അശ്ശാഇ, അൽ മുരീദ്, അസ്വാനി, അൽ ഫാഇൽ എന്ന് പറയാൻ പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഫകുല്ലു ഹാദാ ലാ യുസമ്മല്ലാഹു ബിഹി വലാകിൻ യുഖ്ബറു ബിഹി അൻഹു ഇഖ്ബാറൻ മുത്ലഖ. എന്നാൽ നമുക്ക് മൊത്തത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യാം, അള്ളാഹു സംസാരിക്കുന്നവനാണെന്ന് പറയാം. ഫനഖൂലു ബി അന്നല്ലാഹ മുതകല്ലിമുൻ വബി അന്നല്ലാഹ ഷാഇൻ വബി അന്നഹു മുരീദ്. അള്ളാഹു സംസാരിക്കുന്നവനാണ്, അള്ളാഹുവിന് മശീഅത്തുണ്ട്, അള്ളാഹുവിന് ഇറാദത്തുണ്ട്, അവൻ ഉദ്ദേശിക്കുന്നവനാണ്. വബി അന്നഹു ഫഅൽ, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. ലാകിൻ ലൈസ മിൻ ബാബി തസ്മിയതി ബൽ മിൻ ബാബിൽ ഇഖ്ബാർ, അള്ളാഹുവിൻ്റെ പേരുകൾ എന്നുള്ള അർത്ഥത്തിലല്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് നമ്മൾ ആ രീതിയിൽ പറയുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഫൽ മുതകല്ലിം, സംസാരിക്കുന്നവനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ മുതകല്ലിം എന്നല്ലാഹു പേര് പറഞ്ഞുകൂടെ? ലൈസ മിൻ അസ്മാ ഇല്ല, എന്നാൽ മുതകല്ലിം എന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പെട്ടതല്ല എന്ന് പറയാൻ കാരണം ലിഅന്നൽ മുതകല്ലിം ഖദ് യതകല്ലമു ബിമാ യുഹ്മദു വഖദ് യതകല്ലം ബിമാ യദും. ചിലപ്പോൾ സംസാരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ എന്ത് സംസാരിക്കുന്നവൻ എന്ന് പറയുന്നില്ലല്ലോ. സംസാരിക്കുന്നവൻ എന്താകാം?
സംസാരം ചിലപ്പോൾ സ്തുത്യർഹമായ സംസാരങ്ങളാകാം, ചിലപ്പോൾ ആക്ഷേപാർഹമായ മോശപ്പെട്ട സംസാരമാകാം. അതുകൊണ്ട് സംസാരം എന്ന് മാത്രം പറയുമ്പോൾ വലാകിന്നൽ കലാമ നഫ്സഹു കമാൽ, എന്നാൽ സംസാരിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് പറയുന്നത് പൂർണ്ണതയാണ്. പക്ഷേ വലാകിൻ മുത്തഅല്ലഖു ദാലിക്കൽ കലാം ഖദ് യകൂനു നഖ്സൻ വഖദ് യകൂനു കമാലൻ. സംസാരിക്കാൻ ശേഷിയുള്ളത് ഒരു പൂർണ്ണതയാണെങ്കിലും എന്താണോ സംസാരിക്കുന്നത് അതനുസരിച്ച് ആ സംസാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ചിലപ്പോൾ പൂർണ്ണതയുടെയും ചിലപ്പോൾ ന്യൂനതയുടെയും വിശേഷണമായി വരാം. അപ്പോൾ ഫൽ മുത്തകല്ലിമു ബിൽ മഅറൂഫ് മുത്തകല്ലിമുൻ ബികമാൽ, നന്മ സംസാരിക്കുന്നവൻ പൂർണ്ണതയുടെ ഒരു കമാലിയത്തിന്റെ ഒരു സൽഗുണമുള്ള സംസാരശേഷിയുള്ള അല്ലെങ്കിൽ സംസാരശേഷി നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ച ഒരു കമാലിയത്തിന്റെ മുത്തകല്ലിമാണ്, പൂർണ്ണതയുടെ സംസാരം നടത്തിയവനാണ്. വൽ മുത്തകല്ലിമു ബിൽ മുൻകർ മുത്തകല്ലമുൻ ബിൻ നഖ്സ്, സംസാരിക്കാൻ ശേഷിയുണ്ട് പക്ഷെ സംസാരിച്ചത് മോശപ്പെട്ട ഒരു തിന്മയായ തെറ്റായ കാര്യമാണെങ്കിൽ അയാളുടെ സംസാരവും എന്താണ്, അല്ലെങ്കിൽ സംസാരശേഷിയും ആ വിശേഷണവും ഒരു ന്യൂനതയിലാണ് കലാശിക്കുക. ഫസിഫത്തുൽ കലാമി ഫീ ദാത്തിഹ കമാൽ, ചുരുക്കത്തിൽ സംസാരിക്കുക എന്നത് അതിൻ്റെ പൊതുവെയുള്ള രൂപത്തിൽ അത് പൂർണ്ണതയാണ്. പക്ഷേ വലാകിൻ മൗളൂഉൽ കലാം, ആ സംസാരിക്കുക എന്ന ഗുണം വിനിയോഗിക്കുന്ന വിഷയത്തിൽ ചിലപ്പോൾ ഖദ് യുഹ്മദ് വഖദ് യുദം. വലിഹദാ ലം യകുനിൽ മുതകല്ലിമു മിൻ അസ്മാഇല്ലാഹ് വസഹ്ഹ അൻ യുത്ലഖ് അലല്ലാഹി അലാ സബീലിൽ ഇഖ്ബാർ. അള്ളാഹിനെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം അള്ളാഹു സംസാരിക്കുന്നവനാണ്. എന്ത് സംസാരിക്കും? അവന്റെ കലാമിൽ നീതിയും നന്മയും മാത്രമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിശദീകരിക്കാൻ പറ്റും. എന്നാൽ അൽ മുത്തക്കല്ലിം എന്നത് അള്ളാഹുവിന്റെ ഇസ്മ അല്ല. അതേപോലെ തന്നെയാണ് അൽ മുരീദ് എന്നത് അള്ളാഹുടെ പേര് ആയിട്ട് വന്നതല്ല. ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നല്ലത് ഉദ്ദേശിക്കാം, ചിലപ്പോൾ ചീത്ത ഉദ്ദേശിക്കാം. മൂന്നാമത്തെ ഒരിനം അല്ലദീ യഹ്തമിലു നഖ്സൻ വകമാലൻ ഫീ നഫ്സിൽ മഅന ലാ ഫിൽ മുതഅല്ലഖ് ലാ യുത്ലഖു അലല്ലാഹി തആല. ആ പദം തന്നെ യഹ്തമിലു നഖ്സൻ വകമാലൻ ഫീ നഫ്സിൽ മഅന, ആ പദത്തിൽ തന്നെ എന്തുണ്ട്? ഒരു ന്യൂനതയും ഒരു പൂർണ്ണതയും സാധ്യതയുള്ള പദങ്ങളാണെങ്കിൽ ആ പദത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊന്നിലല്ല. ഇപ്പൊ കലാമിനെ പറ്റി പറഞ്ഞപ്പോൾ കലാമ് ദാത്തിയായി പൂർണ്ണതയുള്ളതാണ്. പക്ഷേ കലാമിനോട് തഅല്ലുഖായി വരുന്ന അതിൻ്റെ മുതഅല്ലഖ് എന്താണ്? ചിലപ്പോൾ നല്ലതാകാം, ചിലപ്പോൾ മോശമായതാകാം. ഇതങ്ങനെയല്ല. അതിൽ തന്നെ നഖ്സിനും കമാലിനും സാധ്യതയുള്ള പദങ്ങൾ, അത്തരം പദങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ നിരുപാധികം പറയാൻ പാടില്ല. വ ഇന്നമാ യുദ്കറു മുഖയ്യദ, അങ്ങനെയുള്ള പദങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ആ ഉപാധികളോട് കൂടി തന്നെയാണ് പറയുക. ഉദാഹരണത്തിന് അൽ മക്കർ, തന്ത്രം പ്രയോഗിക്കുക എന്നുള്ളത്, തന്ത്രം. അൽ ഖിദാ വൽ ഇസ്തിഹ്സാ വൽ കൈദ്, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ, പരിഹാസം, ചതി, തന്ത്രം. فلا يصح أن نطلق القول بأن الله ماكر ولا أن الله تعالى كائد. കാരണം അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവനാണ് എന്ന് നിരുപാധികമായി നമുക്ക് മാക്കിർ എന്നൊരു പേര് അള്ളാഹ്ക്ക് പറയാൻ പാടില്ല, മക്കാർ എന്ന് പറയാൻ പാടില്ല, കായിദ് എന്ന് പറയാൻ പാടില്ല. ഫൽകൈദു ഫീ ദാതിഹി യൻഖസിമു ഇലാ കൈദിൻ മഹ്മൂദ് വ ഇലാ കൈദിൻ മദ്മൂം. തന്ത്രം പ്രയോഗിക്കുന്ന തന്ത്രം നല്ലതിനു വേണ്ടി പ്രയോഗിക്കുന്നുണ്ട്, കുതന്ത്രമുണ്ട്. അതുകൊണ്ട് രണ്ടും സാധ്യതയുള്ള പദങ്ങളാണ്. വലിഹാദാ ലം യസിഹ ഇത്ലാഖു ഇസ്മിൽ കായിദ് അലല്ലാഹ് വകദാലിക്കൽ മാക്കിർ വൽ മുസ്തഹ്സി. അതൊന്നും പറയാൻ പാടില്ല അള്ളാഹുവിനെ സംബന്ധിച്ച്. വസ്സവാബു അൻ നുഖയ്യിദ ദാലിക്, പിന്നെ എങ്ങനെ പറയാം? ഉപാധികളോട് പറയാം. എങ്ങനെ? ഫനഖൂൽ ഇന്നല്ലാഹ അസ്സ വജല്ല കായിദുൻ ബിമൻ യക്കീദ്, കുതന്ത്രശാലികൾക്കെതിരിൽ തന്ത്രം പ്രയോഗിക്കുന്നവനാണ് അള്ളാഹു. അതേപോലെ തന്നെ
മുസ്തഹ്സിഉൻ ബിമൻ യസ്തഹ്സിഉ ബിഹി. അവൻ അള്ളാഹുവിനെ പരിഹസിക്കുന്നവനെ അള്ളാഹും പരിഹസിക്കുന്നവനാണ്. അപ്പോൾ ഒരു പ്രതിക്രിയ എന്ന രീതിയിൽ ആ തന്ത്രത്തിനും മക്കറിനും ഇസ്തിഹ്സാഇനും കൈദിനുമൊക്കെ അർഹമായ അതൊരു പൂർണ്ണതയുടെ വശം വരുന്ന തലത്തിൽ ഉപാധികളോടുകൂടി മാത്രമേ അത്തരം പദങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ പാടുള്ളൂ. നാലാമത്തെ ഒന്ന് നഖ്സുൻ മഹ്ളുൻ, തികച്ചും എല്ലാ നിലയിലും ന്യൂനതയുള്ളത്. അത് ഏതായാലും അള്ളാഹിനെ സംബന്ധിച്ച് ഫഹാദ ലാ യുസമ്മല്ലാഹു ബിഹി വലാ യൂസഫു ബിഹി, അള്ളാഹിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുവാനോ അള്ളാഹുവിൻ്റെ നാമങ്ങളായി പറയാനൊന്നും പറ്റില്ല. അൽ അമ, അസ്വമം, അൽ അജിസ്, അശക്തത, ബധിരത, അന്ധത, ഇതെല്ലാം ഫഹാദ നഖ്സുൻ മഹ്ളുൻ, അത് തികച്ചും ന്യൂനതയാണെന്നുള്ളത് കൊണ്ട് പടച്ചറബിൻ്റെ നാമങ്ങളായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വിശേഷണങ്ങളായി അതൊന്നും നമുക്ക് പറയാൻ പാടില്ല. അപ്പോൾ ചുരുക്കത്തിൽ അന്നൽ അഖ്സാമ അർബഅ, ഒരു പദം പ്രയോഗിക്കുമ്പോൾ ഒരു നാമം അല്ലെങ്കിൽ ഒരു വിശേഷണം പറയുമ്പോൾ 4 തരത്തിലാണ് ഉണ്ടാകുക. ഒന്ന് കമാലുൻ മഹ്ലുൻ ഫീ ദാതിഹി വ മൗദൂഇഹി, അതിൻ്റെ പ്രകൃതിയാൽ തന്നെ തികച്ചും പരിപൂർണമായ, അതിൻ്റെ പ്രയോഗവും പരിപൂർണമായ അർത്ഥത്തിലുള്ളത്. വഹാദ യകൂനു മിൻ അസ്മാഇല്ല, അത്തരത്തിലുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. രണ്ടാമത്തെ ഇനം കമാലുൻ ഫീ ദാതിഹി, അസ്ലിയായി അടിസ്ഥാനപരമായി പൂർണ്ണതയുള്ളതാണ്. ലാ ഫീ മൗദൂഇഹി, എന്നാൽ അതിൻ്റെ പ്രയോഗം എന്തല്ല, പൂർണ്ണതയാണെന്ന് പറയാൻ പറ്റൂല. ഫഹാദ യുത്ലഖു അലല്ലാഹി ഖബറൻ ലാ തസ്മിയ, അങ്ങനെയുള്ളത് അള്ളാഹുവിൻ്റെ നാമമായി നമുക്ക് നിരുപാധികം പറയാൻ പറ്റില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു ഖബറായി, ഒരു വിവരം പറയുന്നതിൻ്റെ ഭാഗമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാം. മൂന്നാമത്തേത് മാ യുഹ്തമലു, അല്ലെങ്കിൽ മാ യഹ്തമിലു നഖ്സൻ വ കമാലൻ, പൂർണ്ണതയെയും ന്യൂനതയെയും സാധ്യതയുള്ളതാണ്. ഒരു നിലക്ക് പൂർണ്ണതയാണ്, മറ്റൊരു നിലക്ക് ന്യൂനതയാണ്. അതാകുമ്പോൾ ഫഹാദ ലാ യുഖ്ബറു ബിഹി അനില്ലാഹി ഖബറൻ മുത്ലഖ വ ഇന്നമാ ഖബറൻ മുഖയ്യദ, അത് അള്ളാഹുവിൻ്റെ നാമങ്ങളായിട്ടല്ല പറയാ, അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നതാണെങ്കിൽ പോലും അത് നിരുപാധികം പറയാൻ പാടില്ല, ഉപാധികളോടെ കൈത് വെച്ചുകൊണ്ട് പറയണം. വലാ യുഅ്തബറു മിനൽ അസ്മാ, അതിനെ അള്ളാഹുവിൻ്റെ ഇസ്മുകളായി പരിഗണിക്കുകയില്ല. അതാണ് ഇസ്തിഹ്സ എന്ന് പറയുന്നത്. മുസ്തഹ്സി എന്നൊരു പേര് അള്ളാഹ്ക്കില്ല. അതേപോലെ അള്ളാഹു പരിഹസിക്കുന്നവനാണ് എന്ന് മുത്തലക്കായും പറയാൻ പാടില്ല. മറിച്ച് എന്ത് പറയാ, അള്ളാഹു യസ്തഹ്സിഹു ബിഹിം, അവരെ അള്ളാഹു പരിഹസിക്കുന്നു. കാരണം എന്താ, അന്നഹും യസ്തഹ്സിഉ ബിഹി, അവര് അള്ളാഹിനെ പറ്റി പരിഹസിച്ചവരാണ്. അപ്പോൾ ഒരു പ്രതിക്രിയയുടെ ആ സന്ദർഭത്തിൽ അത് വേണ്ടതാണ് എന്നർത്ഥത്തിൽ. നാലാമത്തേത് മാകാന നഖ്സൻ മഹ്ലൻ, തികച്ചും എല്ലാ നിലക്കും ന്യൂനതയുള്ളത്, അത് അള്ളാഹുവിൻ്റെ നാമമായോ വിശേഷണമായോ പറയാൻ പാടില്ല. വഹാദ ലാ യൂസഫ് വലാ യുസമ്മല്ലാഹു ബിഹി, അതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം അൽ അസ്മാ ഉൽ ഹുസ്ന, ഏറ്റവും നല്ല നാമങ്ങളാണെന്ന് പറയാൻ കാരണം ലൈസ ഫീഹാ നഖ്സുൻ ബിവജ്ഹിൻ മിനൽ വുജൂഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടുന്ന ഒന്നാമത്തെ സംഗതി, അള്ളാഹുവിൻ്റെ പേരുകൾ ഏറ്റവും പരിപൂർണതയുള്ളതാണ്, അതിലൊരു നിലക്കും ന്യൂനതകളില്ല. സാധാരണ ഒരാളുടെ ഒരു പേര് പറയുമ്പോൾ അത് എല്ലാ നിലക്കും ന്യൂനതയുള്ളതായിരിക്കാം. അത്തരത്തിലുള്ള ന്യൂനതയുള്ള പേര് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. അതാണ് ഏതുപോലെ അമ, സ്വമം, അന്ധത, ബധിരത, മൂകത എന്നൊക്കെ പറയുന്നത് പോലെ. അതേപോലെ ചില സന്ദർഭങ്ങളിൽ പൂർണ്ണതയും മറ്റു ചില സന്ദർഭങ്ങളിൽ ന്യൂനതയുമാകും. അങ്ങനെയുള്ളതും അള്ളാഹുവിൻ്റെ പേരുകളായി പറയാൻ പാടില്ല. അതിന് ഉപാധികളോടുകൂടി നമുക്ക് അള്ളാഹുവിൻ്റെതായി പരിചയപ്പെടുത്താം. അതേപോലെ തന്നെ ചിലപ്പോൾ പൂർണ്ണതയാണ് ആ പദം അറിയിക്കുന്നതെങ്കിലും അതിൽ ചില ന്യൂനതകൾ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു തരത്തിലുള്ള പേര്. സംസാരിക്കുന്നവൻ, ഉദ്ദേശിക്കുന്നവൻ, നിർമ്മിക്കുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ
എന്ത് നിർമ്മിക്കുന്നു? നല്ലത് നിർമ്മിച്ചാൽ നല്ലതിൻ്റെ ആള്, ചീത്ത നിർമ്മിച്ചാൽ ചീത്തയുടെ ആള്, നല്ലത് ഉദ്ദേശിച്ചാൽ നല്ലതിൻ്റെ ആള്, ചീത്ത ഉദ്ദേശിച്ചാൽ ചീത്തയാള്. അപ്പൊ സാധ്യതയുണ്ട്, ഒരു ന്യൂനതക്കും കുറവിനും സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പേരുകളും അള്ളാഹുവിൻ്റെ പേരുകളായി പറയാൻ പറ്റില്ല. പിന്നെ അവയെ സംബന്ധിച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അത്തരം പേരുകൾ, ആ പദങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽ അത് പെടുകയില്ല എന്നർത്ഥം. എല്ലാ നിലക്കും പൂർണ്ണത മാത്രമല്ല, പൂർണ്ണതയുടെ ഏറ്റവും മാക്സിമം ഉള്ള പേരുകൾ, അത് നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിൻ്റെ നാമങ്ങളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ളതേ അള്ളാഹുവിൻ്റെ അസ്മാകളായിട്ടുള്ളൂ. അസ്സമീ, അൽ ബസീർ, അൽ അലീം, അർ റഹീം, അൽ വദൂദ് എന്നൊക്കെ പറയുന്നത് പോലെ. വഹാദ വല്ലാഹു തആല അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.